നമസ്കാരം, എൻ്റെ പേര് ഉമാസി വേലായുധൻ. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശിനിയാണ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോയിൽ ടെസ്റ്റിംഗ് അഥവാ മണ്ണ് പരിശോധനയെക്കുറിച്ചാണ്. ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും വഴിതെളിക്കുന്നത്. മണ്ണറിഞ്ഞ് വളം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുകയുള്ളൂ. ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഫലഭൂഷ്ടി അനുസരിച്ച് വിളകൾക്ക് ലഭിക്കുന്ന സസ്യപോഷകങ്ങളുടെ അളവ് നിർണ്ണയിക്കുവാണ് നമ്മൾ മണ്ണ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൃഷി ലാഭകരമാക്കാൻ മണ്ണ് പരിശോധന അത്യാവശ്യമാണ്. ഇനി നമുക്ക് മണ്ണിൻ്റെ സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിയിടത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ സ്ഥലത്തു നിന്നും പ്രത്യേകം സാമ്പിൾ എടുക്കേണ്ടതാണ്. പിന്നീട് കൃഷിയിടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിളാക്കിയാണ് നമ്മൾ പരിശോധനയ്ക്കായി അയക്കേണ്ടത്. ഓരോ പ്രദേശത്തെ മണ്ണിൻ്റെ ഘടന, ആഴം, നീർവാർച്ചാ സൗകര്യം, സ്ഥലത്തിൻ്റെ ചെരിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഓരോ കൃഷിയിടങ്ങളിൽ നിന്നും പ്രത്യേകം സാമ്പിൾ എടുക്കേണ്ടതാണ്. മണ്ണ് പരിശോധനയ്ക്കായി അയക്കുന്ന സാമ്പിൾ കുമ്മായമോ ജിപ്സമോ വളമോ ആയി കൂടിക്കലരാൻ പാടുള്ളതല്ല. അടുത്തിടെ വളം ചെയ്ത സ്ഥലങ്ങൾ, വളക്കുഴികളുടെയോ കമ്പോസ്റ്റ് കുഴികളുടെയോ ചേർന്നുള്ള സ്ഥലങ്ങൾ എന്നിവ മണ്ണ് പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കുമ്പോൾ ഒഴിവാക്കേണ്ട. ശരിയായ രീതിയിൽ മണ്ണിൻ്റെ സാമ്പിൾ എടുക്കേണ്ടത് കൃത്യമായ ഫലം ലഭിക്കുന്നതിന് അത്യാവശ്യമാണ്. മണ്ണിൻ്റെ രൂപവും നിറവും ഒരുപോലെയാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരു സാമ്പിൾ അയച്ചാൽ മതിയാകും. ഇനി നമുക്ക് മണ്ണ് പരിശോധനയ്ക്കായി മണ്ണ് സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ മണ്ണ് പരിശോധനയ്ക്കായി മണ്ണ് സാമ്പിൾ എടുക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. അതിനു മുമ്പായി നമുക്ക് ഇവിടുത്തെ ചപ്പുചവറുകളും പുല്ലുകളും എല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കാം. ഇങ്ങനെ വൃത്തിയാക്കിയ സ്ഥലത്ത് നമ്മൾ അടുത്തതായി V ആകൃതിയിൽ 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ മണ്ണ് വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്.